നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂട്ടുപലിശയെ പറ്റിയാണ്. കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സാധാരണ പലിശയെ പറ്റിയാണ്. സാധാരണ പലിശയിൽ മുതൽ ഓരോ വർഷം കഴിയുന്തോറും കൂടുന്നില്ല, സ്ഥിരമായിരിക്കും. എന്നാൽ കൂട്ടുപലിശയിൽ ഓരോ വർഷം കഴിയുന്തോറും മുതലിനോടൊപ്പം പലിശയും കൂടെ കൂടിച്ചേർന്ന് തൊട്ടടുത്ത വർഷത്തെ മുതലായി മാറുന്നു. R/100 the all raised to n എന്നുള്ളതാണ് കൂട്ടുപലിശ കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ a എന്ന് പറയുന്നത് മുതൽ PN പ്ലസ് കൂട്ടുപലിശ കിട്ടുന്ന പലിശ, അതായത് കൂട്ടുപലിശ കണക്കാക്കുമ്പോൾ ഉള്ള പലിശ. പേ എന്ന് പറയുന്നത് മുതലും കൂട്ടുപലിശയിലെ പലിശയും കൂടെ ചേർന്നതാണ്. പിന്നെ പി എന്ന് പറയുന്നത് നമുക്കറിയാം മുതലാണ്. ആർ എന്ന് പറയുന്നത് പലിശ നിരക്ക്. എൻ എന്ന് പറയുന്നത് വർഷം. എത്ര വർഷത്തേക്കാണോ പലിശ കണക്കാക്കുന്നത് അതാണ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂട്ടുപലിശ കണക്കാക്കാനുള്ള ഇക്വേഷൻ A = P × 1 + R/100 all raised to n എന്നുള്ളതാണ്. സാധാരണയായി നമ്മൾ കൂട്ടുപലിശ കണക്കാക്കുന്ന വർഷങ്ങളിലേക്കാണ്. ഇപ്പോൾ ഒരു വർഷത്തേക്കോ അല്ല 2 വർഷത്തേക്കോ അങ്ങനെ ഇത്ര വർഷത്തേക്കെന്ന് പറഞ്ഞാണ് നമ്മൾ കൂട്ടുപലിശ കണക്കാക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അർദ്ധവാർഷിക പലിശ കണക്കാക്കാൻ ചോദിക്കാറുണ്ട്. അർദ്ധവാർഷികം എന്ന് പറയുമ്പോൾ 6 മാസത്തേക്കുള്ള, അതിന് വേറൊരു ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. A = P × 1 + R/200 all raised to 2n എന്നുള്ള ഇക്വേഷനാണ്. ഇത് അർദ്ധവാർഷിക അല്ലെങ്കിൽ 6 മാസത്തേക്കുള്ള കൂട്ടുപലിശ, അർദ്ധവാർഷിക കൂട്ടുപലിശ കണക്കാക്കാൻ. അർദ്ധവാർഷിക കൂട്ടുപലിശ കണക്കാക്കാൻ പറഞ്ഞ A = P × 1 + R/200 all raised to 2n എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ പാദവാർഷിക കൂട്ടുപലിശ അല്ലെങ്കിൽ 3 മാസത്തേക്കുള്ള, അത് A = P × 1 + R/400 all raised to 4n എന്നുള്ള ഇക്വേഷനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അർദ്ധവാർഷിക കൂട്ടുപലിശ കണക്കാക്കാൻ A = P × 1 + R/200 all raised to 2n എന്നും, പാദവാർഷിക കൂട്ടുപലിശ കണക്കാക്കാൻ A = P × 1 + R/400 all raised to 4n എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. പാദവാർഷികം എന്ന് പറയുന്നത് 3 മാസത്തേക്കുള്ള, അതാണ് പാദവാർഷിക കൂട്ടുപലിശ കണക്കാക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട 4 പോയിന്റുകൾ കൂടി അറിഞ്ഞിരിക്കണം. ഈ 4 പോയിന്റ് അറിഞ്ഞിരുന്ന് ആ ഇക്വേഷനും പഠിച്ച് നമുക്ക് കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ സാധിക്കും. പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തുല്യമാണ്. അപ്പോൾ ഒരു വർഷത്തെ നമ്മൾ സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ ചോദിച്ചാൽ അതിനൊരു എളുപ്പ മാർഗമാണ് PR² / 100² എന്ന ഇക്വേഷൻ. ഇപ്പൊ ഇനി ഇത് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. സാധാരണ പലിശ കാണാനും കൂട്ടുപലിശ കാണാനും അറിയാമെങ്കിൽ അത് ചെയ്തിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാലും മതി. എളുപ്പമാർഗമാണിത്. PR² / 100² എന്നുള്ള ഇക്വേഷൻ. അടുത്ത 3 വർഷത്തെ സാധാരണ പലിശയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കാണാൻ ചോദിച്ചാൽ PR² / 100² × 3 + R/100 എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ P R എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. P എന്ന് പറയുന്ന മുതലും R എന്ന് പറയുന്ന പലിശ നിരക്കും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു തുകയ്ക്ക് R% നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ തന്നാൽ
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ കണക്കാക്കാൻ സാധാരണ പലിശ ഇൻറ്റു 1+r/200 എന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പം ഒരു തുകയ്ക്ക് ക്യാപിറ്റൽ 6% നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ തന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എന്ന് പറയുന്നത് സാധാരണ പലിശ ഇൻറ്റു 1+r/200 എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ ഈ പോയിന്റ് ഒന്നുകൂടെ പറയാം. ഒരു വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തുല്യമായിരിക്കും. പിന്നെ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാൻ ചോദിച്ചാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PR² / 100² എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇനി 3 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കാൻ ചോദിച്ചാൽ PR² / 100² ഇൻറ്റു 3+r/100 എന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. പിന്നെ അടുത്ത 4ാമത്തെ പോയിന്റ്, ഒരു തുകയ്ക്ക് 6% നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ തന്നാൽ അതിൽ കൂട്ടുപലിശ കാണാൻ സാധാരണ പലിശ ഇൻറ്റു 1+r/200 എന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരാൾ 20,000 രൂപ 20% നിരക്കിൽ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞ് അയാൾക്ക് എത്ര രൂപ തിരികെ കിട്ടും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഒന്നുകൂടെ പറയാം. ഒരാൾ 20,000 രൂപ 20% നിരക്കിൽ അർദ്ധവാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞ് അയാൾക്ക് എത്ര രൂപ തിരികെ കിട്ടും? ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്ക് കാണാനുള്ള അർദ്ധവാർഷിക കൂട്ടുപലിശയാണ്. അപ്പൊ അർദ്ധവാർഷിക കൂട്ടുപലിശ കണക്കാക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. A = P × 1+r/200 എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം അർദ്ധവാർഷിക കൂട്ടുപലിശ കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. P തന്നിട്ടുണ്ട് 20,000 രൂപ. അടുത്തതോ 6 20% പലിശ നിരക്കിലാണ്. N എന്ന് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞ് അയാൾക്ക് എത്ര രൂപ കിട്ടും? അപ്പം N എന്ന് പറയുന്നത് 1. ഈ ഇക്വേഷനകത്തോട്ട് കൊടുക്കാം. പിയുടെ സ്ഥാനത്ത് 20,000 ഇൻറ്റു 1+r സ്ഥാനത്ത് 20 ഡിവൈഡഡ് ബൈ 200 × N എന്ന് പറയുന്നത് 1. 2 × 1 2 തന്നെ. സിക്കട്ട് നോക്കിക്കേ, ഇവിടെ 0യും 0യും കൂടെ ക്യാൻസൽ ആയി പോകും. 2ഉം 2ഉം കൂടെ ക്യാൻസൽ ആകും. ബാക്കി താഴെ 10 മാത്രമേ ഉള്ളൂ. 20,000 ഇൻറ്റു 1+1/10² എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ 20,000 ഇൻറ്റു ഇതിനെ ആഡ് ചെയ്യാനായിട്ട് ഛേദം തുല്യമാക്കണം. ഛേദം തുല്യമാക്കാൻ ഇവിടെ മുകളിലും താഴെയും, ഇവിടെ താഴെ 1 എന്ന് പറഞ്ഞാൽ 1/1 എന്നാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ മുകളിലും താഴെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 10 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 1/10 എന്ന് വരും. ² ഇനി നമുക്ക് കൂട്ടാം. 20,000 ഇൻറ്റു അംശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 10 + 1 11 ഡിവൈഡഡ് ബൈ ഛേദം അതേപോലെ എഴുതുക 10 മുകളിൽ സ്ക്വയർ ആവുള്ള = 20,000 ഇൻറ്റു ഇതിനെ നമുക്ക് 11 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. 0യും 0യും കൂടെ ക്യാൻസലായി, ഈ 0യും 0യും കൂടെ ക്യാൻസലായി. ബാക്കി വരുന്നതെന്ന് പറയുന്നത് 200 ഇൻറ്റു 11 ഇൻറ്റു 11 121. ഇനി 121നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 242 കിട്ടും. ഈ 0 അതേപോലെ കൊടുക്കുന്നു. അപ്പം അയാൾക്ക് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 24,200 രൂപയാണ്. 24,200 രൂപ. ഇപ്പൊ ഒന്നുകൂടെ പറയാം. നമുക്ക് ഇവിടെ കണക്കാക്കാനുള്ള അർദ്ധവാർഷിക കൂട്ടുപലിശയാണ്. അത് കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A = P × 1+r/200 200 എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ P തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനകത്ത് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ 200 ഇൻറ്റു 121 കിട്ടുന്നു.
121 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 242 2 0 കൊടുക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ഒരാൾ 5% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 8000 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കൂട്ടുപലിശ ഇനത്തിൽ ലഭിക്കുന്ന തുക എന്ത്? എന്നോടെ പറയാം. ഒരാൾ 5% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 8000 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കൂട്ടുപലിശ ഇനത്തിൽ ലഭിക്കുന്ന തുക എന്ത്? ഇതാണ് ചോദ്യം. നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന കൂട്ടുപലിശ. ഇക്വേഷൻ എന്ന് പറയുന്നത് A = P × 1 + R / 100 n എന്നുള്ള ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ക്വസ്റ്റിനകത്ത് P തന്നിട്ടുണ്ട്. P എന്ന് പറയുന്നത് 8000 രൂപ, R എന്ന് പറയുന്നത് 5%, 5, n എന്ന് പറയുന്നത് 2 വർഷത്തേക്കാണ് അയാൾ നിക്ഷേപിക്കുന്നത്. ഇക്വേഷനകത്തേക്ക് കൊടുക്കാം. 8000 × 1 + R എന്ന് പറയുന്നത് 5 / 100 n എന്ന് പറയുന്നത് 2 = 8000 × 1 + ഇവിടെ നോക്കിക്കേ 5 × 20 ആണ് 100. അപ്പൊ ഇവിടെ 1/20² എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ ഛേദം തുല്യമല്ല, ഛേദം തുല്യമാക്കണം. ഈ 1നെ മുകളിലും താഴെയും 1 ഇവിടെ 1 എന്ന് ഉദ്ദേശിക്കുന്നത് 1/1 എന്നാ. 1 എന്ന് ഉദ്ദേശിക്കുന്നത് 1/1. അപ്പൊ ഇത് മുകളിലും താഴെയും ഈ 20 കൊണ്ട് ഗുണിക്കുക. 20 / 20 എന്ന് വരും, പ്ലസ് 1/20² എന്ന് വരും, = 8000 × നോക്കിക്കേ ഇവിടെ ഇപ്പൊ ഛേദം തുല്യമായി. ഇനി അംശങ്ങൾ കൂട്ടി എഴുതുക. 20 1 21 / ഛേദം അതേപോലെ എഴുതുന്നു, ² = 8000 × 21ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 441, 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400. ഈ 0യും 0യും കൂടെ ക്യാൻസൽ ആകുന്നു. 4ഉം 8 കൂടെ ക്യാൻസൽ ആവും, 2 = 20 × 441 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 441ഉം 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 882 എന്ന് കിട്ടും. 0 അതേപോലെ കൊടുക്കുന്നു. അപ്പൊ ആൻസർ കിട്ടുന്നത് 8820 എന്നാണ്. അപ്പൊ നമുക്കിവിടെ ചോദിച്ചേക്കുന്ന ഈ തുകയല്ല, കൂട്ടുപലിശ ഇനത്തിൽ കിട്ടുന്ന തുക എന്തെന്നാ. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് 2 വർഷത്തെ മുതലും പലിശയും കൂടെ, കൂട്ടുപലിശ ഇനത്തിൽ കണക്കാക്കുന്ന പലിശയും കൂടെ ചേർന്ന തുകയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു A എന്ന് പറയുന്നത് മുതലും കൂട്ടുപലിശ ഇനത്തിൽ കിട്ടുന്ന പലിശയും കൂടെ ചേർന്ന തുകയാണെന്നാ പറഞ്ഞത്. ഇപ്പൊ പലിശ മാത്രം കണക്കാക്കാന്, കൂട്ടുപലിശ മാത്രം കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ A - P. A എന്ന് പറയുന്നത് ഈ തുകയും P എന്ന് പറയുന്നത് മുതലും, = 8820 - 8000 = 820 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു എമൗണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ A കണക്കാക്കും, അതായത് 2 വർഷം കഴിഞ്ഞുള്ള കൂട്ടുപലിശ അത് കണക്കാക്കുമ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P × 1 + R / 100 n എന്നുള്ള ഇക്വേഷൻ ആണ്. അതിനകത്ത് വില കൊടുക്കുമ്പോൾ = 8000 × 1 + 5 / 100² എന്ന് വരും. 5ഉം 100 ക്യാൻസൽ ആവും, 20 എന്ന് കിട്ടും, = 8000 × 1 + 1/20² എന്ന് വരും. അത് ഛേദം തുല്യമാക്കാൻ മുകളിലും താഴെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഛേദം തുല്യമായി കഴിയുമ്പോൾ അംശങ്ങൾ തമ്മിൽ കൂട്ടി ഛേദം അതേപോലെ എഴുതി അതിന്റെ സ്ക്വയർ എന്ന് വരുന്നു. 21ന്റെ സ്ക്വയർ 441, 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400. ഇവിടെ വെട്ടിപ്പോകുന്നു. ബാക്കി 20 × 441 എന്ന് വരുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8820. ഇതെന്ന് പറയുന്നത്
മുതലും പലിശയും കൂടെ ചേർന്ന തുകയാണ് 8820. നമുക്കിവിടെ ചോദിച്ചേക്കാം കൂട്ടുപലിശ ഇനത്തിൽ കിട്ടുന്ന പലിശ എത്ര എന്നാ. അപ്പൊ ആ പലിശ കണക്കാക്കാൻ ഈ കിട്ടിയ എമൗണ്ടിൽ നിന്നും മുതൽ കുറയ്ക്കുക. അപ്പൊ ഈ പലിശയും മുതലും കൂടെ ചേർന്ന എമൗണ്ടിൽ നിന്നും മുതൽ കുറയ്ക്കുമ്പോഴാണ് കൂട്ടുപലിശ ഇനത്തിൽ കിട്ടിയ പലിശ നമുക്ക് കിട്ടുന്നത് 820. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അപ്പൊ അടുത്ത ചോദ്യം, 8000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇപ്പൊ ചോദ്യം എന്നോട് പറയാം. 8000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാ ചോദ്യം. നമ്മൾ പഠിച്ചായിരുന്നു കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ആ ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ പലിശ കണക്കാക്കുക കൂട്ടുപലിശ കണക്കാക്കുക അവ തമ്മിലുള്ള വ്യത്യാസം കാണും. അപ്പം ഈ ഷോർട്ട് കട്ട് മെത്തേഡ് അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PR² ഡിവൈഡഡ് ബൈ 100² എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ക്വസ്റ്റിനകത്ത് P തന്നിട്ടുണ്ട് 8000 രൂപ, R തന്നിട്ടുണ്ട് 10%. ഇപ്പൊ ഇക്വേഷനകത്തോട്ട് കൊടുക്കുന്നു. പിയുടെ സ്ഥാനത്ത് 8000, ആറിന്റെ സ്ഥാനത്ത് 10 സ്ക്വയർ, ഇവിടെ 100ന്റെ സ്ക്വയർ ഈക്വൽ ടു 8000 × 10ന്റെ സ്ക്വയർ 100, 100ന്റെ സ്ക്വയർ 10000. 0 0 കൂടെ ക്യാൻസൽ ആവുന്നു, 0 0 കൂടെ ക്യാൻസൽ ആവുന്നു. ബാക്കി എന്ന് പറയുന്നത് 80. അപ്പൊ 80 രൂപയാണ് ഇവിടെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് മാറുന്നത്. അപ്പം ഒന്നുകൂടെ പറയാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PR² ഡിവൈഡഡ് ബൈ 100² എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് P തന്നിട്ടുണ്ട് 8000, R എന്ന് പറയുന്നത് 10, ഇക്വേഷനകത്ത് കൊടുക്കുന്നു 8000 × 10ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100ന്റെ സ്ക്വയർ. 0 0 കൂടെ ക്യാൻസൽ ആവുന്നു, ബാക്കി 80 രൂപയെന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യം, 9% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ചിഞ്ചു 15000 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാകും? അപ്പൊ ഇതാണ് ചോദ്യം. LDC 2017 ചോദിച്ചൊരു ചോദ്യമാണ്. എന്നോട് പറയാം, 9% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കില് ചിഞ്ചു 15000 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാകും? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 17821 രൂപ 50 പൈസ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 18721 രൂപ 50 പൈസ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 16821 രൂപ 40 പൈസ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 18621 രൂപ 40 പൈസ. അപ്പൊ നമ്മളിവിടെ കൂട്ടുപലിശ കണക്കാക്കാനാണ് 2 വർഷത്തേക്ക് തന്നേക്കുന്നത്. പി ഉണ്ട്. പി എന്ന് പറയുന്നത് 15000 രൂപ, R എന്ന് പറയുന്നത് 9, N എന്ന് പറയുന്നത് 2. ഇക്വേഷൻ എന്ന് പറയുന്നത് A is equal to P into 1 plus R divided by 100 whole raised to N എന്നുള്ള ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷനകത്തോട്ട് വില കൊടുക്കുക. പിയുടെ സ്ഥാനത്ത് 15000 രൂപ, 1 പ്ലസ് ആറിന്റെ സ്ഥാനത്ത് 9 ഡിവൈഡഡ് ബൈ 100 whole raised to N എന്ന് പറയുന്നത് 2 ഈക്വൽ ടു 15000 ഇൻറ്റു 1 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഇവിടെ ഛേദം തുല്യമാക്കാൻ വേണ്ടി 100 കൊണ്ട് ഗുണിക്കുന്നു. 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 100 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 15000 ഇൻറ്റു, ഇവിടെ അംശങ്ങൾ ഛേദം തുല്യമായി, ഇനി അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 100 9 കൂടെ കൂട്ടുമ്പോൾ 109 ഡിവൈഡഡ് ബൈ ഛേദം അതേപോലെ എഴുതുന്നു 100 ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. ഈക്വൽ ടു 15000 ഇൻറ്റു 109ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്
11,881 109 സ്ക്വയർ. 100 സ്ക്വയർ എന്ന് പറയുന്നത് 10,000. ഇനി നോക്കിക്കേ, ഇവിടെ 3 സീറോയും ഇവിടുത്തെ 3 സീറോയും കൂടെ ക്യാൻസൽ ആവും. ബാക്കി എന്ന് പറയുന്നത് 15 ഗുണം 11,881 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ഇനി ഇത് ഗുണിക്കുമ്പോൾ 15 1 5 8 40 0 4 8 40 4 44 4 1 5 5 4 കൂടെ കൂട്ടുമ്പോൾ 9 1 5 5. അടുത്ത് 1 into 1 1 1 into 8 8 8 1 into 1 1 കൂട്ടുമ്പോൾ 5 1 12 ശിഷ്ടം 1 17 1 18 ശിഷ്ടം 1 5 2 7. ആൻസർ കിട്ടുന്നത് ഇത്ര ഡിവൈഡഡ് ബൈ 10 എന്നാണ്. അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. ആൻസർ കിട്ടുന്നത് 17,821.5 എന്നാണ്. അപ്പൊ ഓപ്ഷനകത്ത് നമുക്ക് നോക്കാം, ഇതേ ആൻസർ ഉണ്ട്. ഈ 0.5 എന്ന് പറയുന്നത് 50 പൈസ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 17,821 രൂപ 50 പൈസ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പൊ ഒന്നുകൂടെ പറയാം, 9% വാർഷിക നിരക്ക് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ചിഞ്ചു 15,000 രൂപ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാകും എന്നതായിരുന്നു ക്വസ്റ്റ്യന്. അതിൽ നിന്ന് പി കിട്ടി 15,000, ആർ എന്ന് പറയുന്നത് 9, എൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇക്വേഷൻ കൊടുത്തു, A is equal to P into 1 plus R divided by 100 the whole raised to n. അതിനകത്ത് ഈ വിലകളെല്ലാം കൊടുക്കുമ്പോൾ 15,000 into 1 plus 9 divided by 100 the whole square എന്ന് വരും. അവിടെ ഛേദം തുല്യമാക്കാൻ വേണ്ടി ഇവിടെ 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പം ഛേദം തുല്യമായി കഴിയുമ്പോൾ അംശങ്ങൾ തമ്മിൽ കൂട്ടി ഛേദം അതേപോലെ എഴുതി സ്ക്വയർ എന്ന് കൊടുത്തു. 109ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ് 17,881. പിന്നെ ഇവിടുത്തെ 3 സീറോയും ഈ 3 സീറോയും കൂടെ ക്യാൻസലായി. ബാക്കി ഗുണിക്കുമ്പോൾ 17,821.5 എന്ന് കിട്ടും. ഈ 5 എന്ന് പറയുന്നത് 50 പൈസ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 17,821 രൂപ 50 പൈസ എന്നുള്ളതാണ് ഉത്തരം. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം, 8,000 രൂപ 10% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ നൽകും? ഇത് സെയിൽസ്മാൻ സെയിൽസ് വുമൺ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഒന്നുകൂടെ പറയാം, 8,000 രൂപ 10% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ നൽകും? ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 9,680, ബി എന്ന് പറയുന്നത് 9,600, സി 9,620, ഡി 9,780. അപ്പൊ ഇത് കൂട്ടുപലിശ 2 വർഷത്തെ കൂട്ടുപലിശ കാണാൻ ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A is equal to P into 1 plus R by 100 the whole raised to n എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, പി തന്നിട്ടുണ്ട് 8,000 രൂപ, ആർ എന്ന് പറയുന്നത് 10%, n എന്ന് പറയുന്നത് 2 വർഷം. 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയാണ് ഇവിടെ കണക്കാക്കേണ്ടത്. ഇനി ഇക്വേഷനകത്ത് ഇതൊക്കെ കൊടുക്കുക. പിയുടെ സ്ഥാനത്ത് 8,000 ഇൻറ്റു 1 പ്ലസ് ആറിൻ്റെ സ്ഥാനത്ത് 10/100 ഹോൾ റൈസ് ടു എന്നിൻ്റെ സ്ഥാനത്ത് 2 സിക്കൽ ടു 8,000 ഇൻറ്റു ഇവിടെ ഛേദം തുല്യമാക്കാൻ വേണ്ടി മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു 100 കൊണ്ട്. 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. സിക്കൽ ടു 8,000 ഇൻറ്റു 100ഉം 10ഉം കൂടെ ചേരുമ്പോൾ 110. ഛേദം അതേപോലെ എഴുതുന്നു 100 ദ ഹോൾ സ്ക്വയർ സിക്കൽ ടു 8,000 ഇൻറ്റു 110ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100ന്റെ സ്ക്വയർ 10,000.
ഈ 3 സീറോയും ഇവിടുത്തെ 3 സീറോയും കൂടെ ക്യാൻസൽ ആവുന്നു. സീക്വൽ ടു 8 ഇൻറ്റു 110 ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ 10 വരും. ഈ സീറോയും സീറോയും കൂടെ ക്യാൻസൽ ആവുന്നു. ബാക്കി എന്ന് പറയുന്നത് 8 ഇൻറ്റു 11 ഇൻറ്റു 11 121 സീറോ അതേപോലെ കൊടുക്കുന്നു. ഇനി ഗുണിച്ചെഴുതാം. 121 ഇൻറ്റു 8 ഒരെട്ട് 8 8 2 16 ശിഷ്ടം 1 ഒരെട്ട് 8 ശിഷ്ടം കൂടെ കൂട്ടുമ്പോൾ 9 സീറോ അതേപോലെ കൊടുക്കുന്നു. അപ്പൊ ആൻസർ ആയിട്ട് വന്നേക്കുന്നത് 9680 രൂപ എന്നാണ്. ഒന്നുകൂടെ പറയാം. 8000 രൂപ 10% കൂട്ടുപലിശ നൽകുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരികെ ലഭിക്കുമെന്നായിരുന്നു ചോദ്യം. അപ്പൊ നമുക്ക് കൂട്ടുപലിശ കാണാനുള്ള ഇക്വേഷൻ അറിയാം. A = P × 1 + R / 100 all raised to n എന്നുള്ള ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. P തന്നിട്ടുണ്ട് 8000, R എന്ന് പറയുന്നത് 10, n എന്ന് പറയുന്നത് 2. ഇക്വേഷനകത്ത് കൊടുക്കുന്നു. = 8000 × 1 + 10 / 100 all square എന്ന് വരും. ഇത് = 8000 ഇൻറ്റു ഇവിടെ ആഡ് ചെയ്യാനായിട്ട് 100 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുന്നു. അപ്പം 100 / 100 + 10 / 100 ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. = ഇവിടെ ഛേദങ്ങൾ തുല്യമായതുകൊണ്ട് അംശങ്ങൾ കൂട്ടുന്നു. അപ്പം 8000 × 110 / 100 ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. = 8000 × 110 സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 സ്ക്വയർ. അപ്പൊ ഈ 3 സീറോയും കൂടെ ക്യാൻസൽ ആയി പോകുന്നു. = 8 × 110 × 110 ഡിവൈഡഡ് ബൈ 10 എന്ന് വരുന്നു. ഈ 0 2 ക്യാൻസൽ ആയി പോകുന്നു. പിന്നെ ബാക്കി വരുന്നതെന്ന് പറഞ്ഞ് 8 × 11 × 11 121 110 0 അവിടെ കൊടുക്കുന്നു. ആൻസർ 9680 എന്ന് വരുന്നു. അപ്പം ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.